അപ്പോൾ എല്ലാവർക്കും നമ്മുടെ കുമ്പഴ ഫാമിൻ്റെ മറ്റൊരു വീഡിയോയ്ക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ വന്നിരിക്കുന്നത് നമ്മുടെ സുഹൃത്ത് മനുവിൻ്റെ വീട്ടിലാണ്. മനുവിൻ്റെ ഹായ് കൊടുത്തേ. മനുവിൻ്റെ വീട്ടിലാണ് വന്നിരിക്കുന്നത്. അപ്പോൾ വന്നതിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിന്ന് ഇവിടെ തൊടുപുഴയിലേക്ക് ഒരു 4 ലാവൻഡർ മോസ്കോയിഡൊക്കെ 2 പെയറിൻ്റെ ഒരു സെയിലുണ്ട്. അപ്പോൾ മനുവിൻ്റെ വീട്ടിലാണ് ഈ ലാവൻഡർ മോസ്കോയിഡൊക്കെ ഉള്ളത്. അപ്പോൾ ഇവിടെ നിന്നാണ് ഞാനെടുത്ത് സെയിൽ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ആവശ്യത്തിനാണ് ഞാനിന്ന് വന്നത്. അപ്പോൾ വന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു. ഞാൻ ആദ്യമായിട്ടാണ് ഞാൻ മനുവിൻ്റെ വീട്ടിൽ വരുന്നത്. അപ്പോൾ പുള്ളിക്കാരൻ്റെ വീട്ടിലാണെങ്കിൽ ഫുള്ള് ചെടികളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് നല്ല സെറ്റപ്പായിട്ടെല്ലാം അറേഞ്ച് ചെയ്ത് നല്ല സൂപ്പറായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഒരു ചെറിയൊരു ഏവിയറി സെറ്റ് ചെയ്തിട്ടുണ്ട്. വീടിൻ്റെ മുറ്റത്ത് തന്നെ ഇടത്ത് വലത് ഭാഗത്തായിട്ട് നല്ലൊരു ഏവിയറി സെറ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ കുറേ സെറ്റപ്പ് ഉണ്ട്. ഞാൻ വെളുപ്പിനെയാണ് വന്നത്. ഞാൻ ഇന്നലെ തിരുവനന്തപുരം പോയിട്ട് എല്ലാം കഴിഞ്ഞ് അർദ്ധരാത്രിയായി വന്നപ്പോൾ വീട്ടിൽ എന്നിട്ട് കടന്നിട്ട് ഇന്നിപ്പോൾ വെളുപ്പിനെ എണീറ്റ് വന്നതാണ്. അപ്പോൾ മനു വെട്ടം വീണ് വരുന്നേ ഉള്ളൂ. ഞാൻ മനുവിനെ രാവിലെ കുത്തി പൊക്കി. അപ്പോൾ നമുക്ക് ജസ്റ്റ് സംഭവമൊക്കെ ഒന്ന് കാണാം. ഓക്കെ, ഡോറൊക്കെ ഡബിൾ ഡോറൊക്കെ ആക്കി വെച്ചേക്കുക അല്ലേ, ഫുൾ സേഫ്റ്റി. ഡോർ അടയ്ക്കട്ടെ. ഇപ്പം ഏവിയറിക്ക് ഇതാണ് മെയിൻ. അപ്പോൾ ഈ ഡബിൾ ഡോറാണ് മെയിൻ അല്ലേ ഏവിയറിക്ക്? വെട്ടം വരുന്നേ ഉള്ളൂ. അയ്യോ എൻ്റെ കുഞ്ഞെ, എൻ്റെ തോളയിലേക്ക് ചാടി കയറി. ഒരു പേടിയില്ല കേട്ടോ. വേണ്ട, എൻ്റെ കയ്യേ വന്നിരിക്കുന്നു. ഒരു പേടിയില്ല. ഷോ, ആദ്യമായിട്ടാണ് ഇത്രയും ഇണക്കത്തില് എൻ്റെ അടുത്തൊരു തത്ത വരുന്നേ. സ്വിച്ചിലൂടെ വെട്ടം വീണായിരുന്നു നല്ലതായിരുന്നു. ഇതിനകത്ത് വെട്ടമുണ്ടോ ഈ വരിക്കകത്ത്? അപ്പോൾ ഇതാണ് നമ്മുടെ മനുവിൻ്റെ സൺകോന്യൂർ. ഇണക്കം കണ്ടോ? തീരെ ചെറിയ കുഞ്ഞുങ്ങളെ കൊണ്ടുവന്നതല്ലേ, മുട്ട കുഞ്ഞിനെ കൊണ്ടുവന്ന് ഹാൻഡ് ഫീഡ് ചെയ്തെടുത്തതാണ്. ഇതാണ് അകത്തെ സെറ്റപ്പ്. ഇതാണ് ഏവിയറി, നമ്മുടെ മനുവിൻ്റെ ഏവിയറി. മേളിൽ ഫുള്ള് ഓട് കൊടുത്ത് പാകിയിട്ട് അവിടെ പിന്നെയും അരക്കരയുടെ നെറ്റ് കൊടുത്ത് സെറ്റ് ചെയ്തു. ഹായ്, ഹലോ. നല്ല മൂർച്ചയാ ചുണ്ടിന്. നെറ്റ് കണ്ടോ കടിച്ച് മുറിച്ചേക്കുന്നു. ഏത് ഈ ഒരു ഇത് എത്ര കേജിന്റെ നെറ്റാ ഇത്? 16 കേജിന്റെ അല്ലേ ഇത്? ഇത് ഈ ആഫ്രിക്കൻ ടൈപ്പ്. ഇവർക്കൊരു 10 കേജിന്റെ ഒക്കെ നെറ്റ് ഉണ്ടല്ലേ പറ്റത്തുള്ളല്ലേ? ഇത് വലിയ കുഴപ്പമില്ല. പക്ഷേ ഹായ്, അതുകൊണ്ടൊരു പേടിയില്ല. അതുകൊണ്ട് എന്റെ അടുത്തോട്ട് വരുന്നു. അതിന് പേടിയൊന്നുമില്ല. ഇപ്പൊ പറഞ്ഞ മേത്ത് കടിക്കാണ്. ഈ വലിയ കാലത്തെ സ്നേഹം കൊണ്ട് വന്നത് കടിക്കാൻ വേണ്ടിയായിരുന്നു. കയ്യിലെ ഫുഡാണെന്നാ വിചാരം. എന്റെ കൈ കൊണ്ട് കടിച്ച്. അയ്യോ, അങ്ങനെ മോശമായിപ്പോയി. ഞാൻ വിചാരിച്ചു വലിയ സ്നേഹത്തെ എന്റെ അടുത്തോട്ട് വന്നപ്പോഴേ. അങ്ങനെ കയറിയാ കടിക്കത്തില്ല. അല്ലാണ്ട് ഇവർക്ക് ഈ ആഭരണം ഒക്കെ ഭയങ്കര ഇതാ. മെറ്റല് കണ്ടോ കടിക്കുന്നുണ്ടോ? എന്റെ വീഡിയോ കണ്ടത് ഉണ്ടോ? റെക്കോർഡിംഗ് ആണോ? അല്ലേ? അതെ. എന്റെ ചെയിൻ കടിച്ച് പറിക്കല്ലേ? കടിക്കല്ലേ? ഉപദ്രവിക്കാൻ കടിക്കുന്നതല്ല അവര്. പക്ഷെ അവരുടെ സ്വഭാവം ഇങ്ങനെ കടിച്ചിട്ട് കടിച്ച് ഇവൻ ഇച്ചിരി ഷയ്യ. മറ്റേത് അത്രയില്ല. പെട്ടെന്ന് ഇതാവും. കടിക്കുന്നു. എടുത്തോ. എന്റെ ദേഹത്ത് കയറി കടിക്കുന്നേ. ഒരു പേടിയില്ല കേട്ടോ. എനിക്ക് കടിക്കാൻ ഒത്തിരി ഏരിയ ഉണ്ട്. എനിക്ക് ഇഷ്ടപ്പെട്ടു. അതുകൊണ്ട് വരുന്നു. ഞാൻ അടുത്ത് റെക്കോർഡ് ചെയ്ത്. എനിക്ക് നല്ല വീതി ഉണ്ടെന്ന് പുറത്തിന്. അതുകൊണ്ടേ കയറി ഇരുന്ന് കടിക്കാൻ നല്ല രസമുണ്ടെന്ന്. ഹായ്, പേരെന്ത് പേരുടെ പേര് വല്ലതും ഉണ്ടോ? മിട്ടുവും മോട്ടും. മറ്റവന്നാണ്ട് മനുവിന്റെ ചെവിയലുണ്ട്. കാണിച്ചു തരാം. വേണ്ട, ഇത് മനുവിന്റെ ചെവിയല്. ഇത് എൻ്റെ എവിടേക്കോ കയറിയിരിപ്പുണ്ട്. ഹായ്, ഞാൻ ഒരു ഹായ് കൊടുത്തില്ല. ഒരു ഹായ് കൊടുത്തേ. ചറ പറ കടിച്ചെന്നെ. കടിക്കാന്ന് വെച്ചാൽ വലിയ കടിയല്ല കേട്ടോ. അതോടെ പിന്നെയും വന്നു. ഇയാള് ഞാൻ കൂട്ടില്ല പോ. താൻ എന്നെ കടിച്ചില്ലയോ? ഞാൻ കൂട്ടില്ല പോ. തന്നോട് ആരാ എന്നെ കടിക്കാൻ പറഞ്ഞേ? ആണ്ടിരിക്കുന്നു. പോയാ അതാണ്ട് എന്റെ കയ്യ വന്നിരിക്കുന്നു. മുള്ളു കൊള്ളുന്ന കൂട്ടെ. എന്റെ ചെയിനെ കടിക്കാൻ 2 പേരും വന്നു. ഹായ്, എന്തി അതാണ്ട് ഷോ. അങ്ങനെ ആദ്യമായിട്ട്
ഞാൻ വിളിക്കാതെ പോലും തത്ത എൻ്റെ ദേഹത്ത് വന്ന് കയറി. ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണേ. ഹലോ മിട്ടു മോട്ടു, നമ്മുടെ മനുവിൻ്റെ തത്തകളാണ് രണ്ടെണ്ണം. എന്നെ കടിക്കല്ലേ കടിക്കല്ലേ ഉമ്മ വെക്കുവാണോ? ചക്കടു ചക്കടു ടുക്കുർ ടുക്കുർ. ഇവനാള് ടെററാ, എനിക്ക് പേടിയാ ഇവനെ. ആ കടിച്ച് 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 പോടാ, എന്നെ വിടറാ. അയ്യോ ചോര വരുവോ? ഓ ഇല്ല, അങ്ങനെ അങ്ങനെ മുറിയുന്ന രീതിയിൽ ഇന്നാ എടുത്തു. ഇവരുടെ വിചാരം ഞാൻ ഏതാണ്ട് ഫ്രൂട്ടാന്ന. പോ പോ പോ, കൂട്ടില്ല പോ. വേറല്ലേ കടിക്കല്ലേ. കണ്ടത് കഴിച്ചു. വിശന്നിരിക്കുമല്ലേ. ഇതാണ് അവരുടെ ഫുഡ് കഴിക്കാനുള്ള സ്ഥലം. എന്താണ്ട് മനുവിൻ്റെ പുറത്ത് കയറിയിരുന്ന് കടിച്ചു പറിക്കുന്ന കണ്ട. മിട്ടു ആൻഡ് മോട്ടു. ഫുഡ് ഭയങ്കര ഇതെല്ലാം തിന്നിട്ട് താഴ്ത്തുന്നുണ്ട്. ഇതാണ്ട് വന്നിരിക്കുന്നു. ഹായ്. കടിക്ക 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 കടിക്ക. എനിക്ക് ഈ ഹൺസിയുടെ അടുത്ത് വളർത്തിയാൽ കൊള്ളാമല്ലോ. പക്ഷെ ഇവിടെ മുഷിയുണ്ടല്ലേ. കാരി, മിസ്റ്റർ കാരി, കാരി സാർ വരൂ. ആഹാ, എത്ര പിള്ളേരുണ്ട്? ഇത് 50 എണ്ണം ഇട്ടേക്കുന്നത്. അയ്യോ, അപ്പൊ ഇത് ഹൈ ഡെൻസിറ്റി ചെയ്തേക്കുവാണോ? എങ്ങനെ? കൊച്ചു പിള്ളേരല്ലേ? എല്ലാം കൊച്ചതാ. ഏകദേശം ഒരു 50 പീസ് ഇട്ടോ. പക്ഷെ ഒന്നും ചത്തുപോയത് ഇതുവരെ കണ്ടിട്ടില്ല. ഉണ്ടല്ലോ, എല്ലാം ഉണ്ട്. എന്റെ ദൂരം ആൽബിനോ ഗൗരാമിയ. ഗൗരാമി പോകുന്നുണ്ട്. വൈറ്റ് ഗൗരാമി നന്നായിട്ട് കാണാൻ പറ്റും. പക്ഷെ കാര്യയെ കാണാം. ഇതാ അങ്ങനെ അങ്ങും ഇഞ്ഞൊക്കെ പോകുന്ന ചെറിയൊരു നിഴല് പോലെ. മനു ഒരു ലേശം തീറ്റ കഴിഞ്ഞ് കൊണ്ടുവന്നേ. ഒന്നുകൂടെ ഇട്ട് നോക്കട്ടെ. ഇവിടെ ഗൗരാമിയൊക്കെ വരുന്ന കണ്ട് കാര്യയെ കാണാം ചെറുതായിട്ട്. ചത്തുപോകാത്ത റീസൺ എനിക്ക് തോന്നുന്നത് ഈ മാവിന്റെ ഇല ഭയങ്കര ഇമ്മ്യൂണിറ്റി കൂട്ടുമെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അത് ഓട്ടോമാറ്റിക്കലി വെള്ളത്തിനകത്ത് വീഴുന്നുണ്ട്. എന്താണ്ട് കണ്ട കാരി വന്ന് കഴിച്ചിട്ട് പോകുന്ന കണ്ട. ചെറിയ അങ്ങ് ഇങ്ങനെയൊക്കെ നിഴല് പോലെ കാണാം കാരി. കുറച്ച് കാരിപ്പിള്ളേരെ എനിക്കും വേണം. നമ്മുടെ ആ തൊടി വെറുതെ കിടക്കുക. പിന്നെ ആ കുളം ഒന്ന് വെട്ടി സെറ്റാക്കണം. അപ്പോൾ അതിലും കുറച്ചിടണം. ഇവർക്ക് നല്ല ഇമ്മ്യൂണിറ്റി അല്ലേ? ഇവിടെ എന്തോ പരിപാടി? മറ്റേ ഇത് ഷീറ്റൊക്കെ വിരിച്ച് ഇവിടെ. കൊള്ളാം, നല്ല സെറ്റപ്പായിട്ടാണ് എല്ലാം സെറ്റ് ചെയ്തേക്കുന്നത്. ഫുള്ള് സ്പേസ് യൂട്ടിലൈസ് ചെയ്തേക്കുക. മൊത്തം കൃഷിയാണ് ആശാന്. അപ്പുറത്ത് ആ ഫെൻസ് കെട്ടിയേക്കുന്നതിന് അപ്പുറത്താണ് നമ്മുടെ ഇത് ഫാം സെറ്റ് ചെയ്തേക്കുന്നത് അല്ലേ? ഏത് മാവിലെ എന്താ സംഭവം? മറ്റേ പച്ചമഞ്ഞള്, തുളസിയില, പനിക്കൂർക്കയില, പിന്നെ വേപ്പല, പിന്നെ ഇത്രയും കൂടെ. പച്ചമഞ്ഞള്, തുളസിയില, വേപ്പല. ഓക്കെ. അപ്പൊ ഇത്രയും സാധനം അരച്ചിട്ട് ഇങ്ങനെ വെച്ചേക്കും. ആഴ്ചയിൽ ഒരു ഇത് തീരുന്നിടം വരെ കൊടുക്കും. പിന്നെ ഇനി അത് തീർന്നു കഴിഞ്ഞ് പിന്നെ നമ്മുടെ ഈ കോഴിക്കും താറാവിനും എല്ലാത്തിനും. അപ്പൊ ഇങ്ങനെ കൊടുക്കുമ്പോ അതിനെന്താ ഇമ്മ്യൂണിറ്റി കൂടുവോ? കൂടും, അസുഖങ്ങൾ വരത്തില്ല, വേറെ പ്രശ്നം വരത്തില്ല. ഓക്കെ. അപ്പൊ കുടിവെള്ളത്തിന്റെ അകത്തിൽ ഇത് മിക്സ് ചെയ്യുമല്ലേ? കുഞ്ഞുങ്ങൾക്കുള്ള ഒഴിച്ചാൽ മതി. കൊച്ചിലോട്ട് കുടിക്കുമ്പോൾ അവർക്കൊരു പ്രശ്നവും വരത്തില്ല. വേറെ അസുഖങ്ങളൊന്നും അപ്പം ഇവിടെ പ്രത്യേകിച്ച് അസുഖങ്ങളൊന്നും വരാറില്ല. ഞാൻ വേറെ മരുന്നുകളൊന്നും കൊടുക്കാറില്ല. നമ്മുടെ ഇവിടുത്തെ പെറ്റ്സിനെല്ലാം കുടിക്കാൻ കൊടുക്കുന്ന വെള്ളമാണത്. വെള്ളത്തിലെല്ലാം ഇതേപോലെ ആഴ്ച 3 ദിവസം 4 ദിവസം ഇതേപോലെ കൊടുക്കുന്നത്. ബാക്കിയുള്ള ദിവസമൊക്കെ പച്ചവെള്ളം കൊടുക്കും. ഓക്കെ, എന്തായാലും അത് നമുക്ക് നല്ലൊരു അറിവ് കേട്ടോ. നെല്ലുണ്ട്, ചോളം രാത്രി പൂത്ത് വെച്ചാ ചോളമുണ്ട്, പിന്നെ തേങ്ങാപ്പിണ്ണാക്കും. ഇതിന്റെ കൂടെ റിജക്റ്റഡ് റൈസ് അത് നല്ലപോലെ കഴുകി വെള്ളത്തിൽ കൊടുത്ത് വെച്ച് ചുമന്നരി. അതുകൂടെ
കമ്പനിയിൽ മേടിക്കാൻ പറ്റും. എത്ര രൂപയ്ക്ക് കിട്ടും ഇപ്പൊ അത്? ഇപ്പൊ 27 രൂപ. 27. പക്ഷെ മറ്റേ കോഴിത്തീറ്റ മേടിച്ചു കൊടുക്കുന്നതിനെക്കാളും ലാഭം. ഓക്കെ. ഇതിപ്പോ ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് വരുമ്പോഴത്തേക്ക് ആവറേജ് 1 കിലോ തീറ്റ ഉണ്ടാക്കിയെടുക്കാൻ എത്ര രൂപ ചെലവ് വരുന്നുണ്ട്? അങ്ങനെ ചോദിച്ചാൽ അങ്ങനെ നോക്കാത്തതുകൊണ്ട് അറിയത്തില്ല. 27 രൂപ ചോളത്തിന്. അപ്പൊ മനു കൊടുക്കുന്ന തീറ്റ എനിക്ക് ഏകദേശം അറിയാം. ഇപ്പൊ തെറ്റിദ്ധരം നോക്കി കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ നല്ലൊരു എക്സ്പെൻസ് വരുന്നുണ്ട് എല്ലാം കൂടെ. മുതലാവത്തൊന്നുമില്ല. ഇഷ്ടം കൊണ്ടിട്ട് എന്നിട്ട് പിന്നെ ഈ ഫീഡപ്പീസ്റ്റ് ഇല്ലേ, ഫീഡപ്പീസ്റ്റ് ഒരു നുള്ള് അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ദഹനത്തിനും പിന്നെ എല്ലാത്തിനും നല്ല. വയറിലെ എന്തെങ്കിലും അസുഖങ്ങളോ മറ്റൊക്കെ ഉണ്ടെങ്കിൽ മാറി കിട്ടും. വൈറ്റമിൻ ഇത് ഞാൻ നാടൻ കോഴികളെ ഇടയ്ക്ക് അഴിച്ചു വിടാറില്ല, അതുകൊണ്ടിട്ട് മാത്രം. ഫ്ലോർപ്ലെക്സ് അല്ലേ? ഫോർപ്ലെക്സ്. ഇതെന്താ വൈറ്റമിൻ എല്ലാം കൂടെ ഇതെല്ലാം കൂടെ ഇറക്കിയിട്ട് ഇവിടെ കൊണ്ടുവച്ച്. ഇത് ദിവസം ആഡ് ചെയ്യുമോ അതോ ആഴ്ച ഇത്ര ദിവസം മാത്രം, അങ്ങനെ കണക്ക് വല്ലതും ഉണ്ടോ? ആഴ്ച 2-3 ദിവസം. അത് ഇത് മിക്കവാറും ഒന്നര വട്ടി ഞാൻ ആഡ് ചെയ്യും. പക്ഷെ ഒരു പൊടി ഇട്ടാണ്, ഒരു നുള്ളിട്ടാണ്. പിന്നെ ഈ പച്ചപ്പോച്ച ഉണ്ടോ, അതായിരുന്നു ഇത് കണ്ടെത്തിന്ന് ചെത്തിക്കൊണ്ടുവരും. വെച്ചൂർ പശുണ്ട്, അതിനു വേണ്ടി എടുത്തേക്കുന്ന വെച്ചൂർ പശു. ഇവിടെ ഇപ്പം ഇത് കറവയുള്ളതാണോ അതോ ചനയായതാ? എന്നുവെച്ചാൽ എത്ര പ്രായമുണ്ട്? ഓക്കെ, ഇതാണ് വെച്ചൂർ പശു. ബാക്കി കാര്യം നമുക്ക് കാണിക്കാം. നൈസായിട്ടൊരു ഫാമാണ് സെറ്റ് എടുത്തേക്കുന്നത്. നല്ല സെറ്റപ്പായിട്ട് എടുത്തിട്ടുണ്ടല്ലേ കാര്യങ്ങൾ. നല്ല കൃഷിയും കാര്യങ്ങളും ഒക്കെ ആയിട്ട് നല്ല ഒരു ഇതാണ്. വന്ന് കണ്ടു കഴിഞ്ഞാൽ എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഒരു പീസ്ഫുൾ സെറ്റപ്പിലാണ് സംഭവമൊക്കെ ചെയ്തേക്കുന്നത്. ഫുള്ളും എല്ലാം വെച്ചാൽ നല്ല കൃഷിയും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. നല്ല ഒരു തൊഴുത്താണ് സെറ്റ് ചെയ്തേക്കുന്നത്. ഇത് ഇപ്പോൾ പുതുതായിട്ട് ഉണ്ടാക്കിയതാണോ അതോ പഴയത് തന്നെ ഇത് റിനോവേറ്റ് ചെയ്തതാണോ? ഓക്കെ. അപ്പം മറ്റേ നമ്മുടെ ഈ നോർമലി ഉള്ള പട്ടിയിലും കഴുക്കോലും എല്ലാം എടുത്ത് മാറ്റിയിട്ട് ഇരുമ്പാക്കി. അതിന്റെ കൂടെ തന്നെ ഇവിടെ എന്തുവാ മറ്റേ പൊത്താനൊക്കെ ഇടാനുള്ള സെറ്റപ്പാണ് ഉണ്ടാക്കിയിട്ട്. ഇരുമ്പെന്തേലും ഒക്കെ എടുത്ത് വെക്കാനൊക്കെ. പിന്നെ ഓടിട്ടോണ്ട് ചൂടില്ല. പ്രശ്നം എന്താ വെച്ചാൽ മാങ്ങ വീഴുമ്പോ ഓടി കൊടുക്കും. അത് BSF ലാർവ. തുറക്കുമ്പോൾ തന്നെ പുഴുവിനെ കാണാൻ പറ്റും. കണ്ടോ? ഓക്കെ. കോഴികൾക്ക് ഭയങ്കര നല്ല. ഇത് മനു ഇത് ഫുൾ സെറ്റായിട്ട് വാങ്ങിച്ചോണ്ട് വന്നതാണോ അതോ മനു ഉണ്ടാക്കിപ്പിച്ചതാ? ഇത് ചെയ്യുന്ന ആൾക്കാരുണ്ടോ? ഉണ്ട്, നമ്മുടെ അടുത്തൊരു പുള്ളിയുണ്ട്. ഓക്കെ ഓക്കെ. ഇതിന്റെ അകത്ത് പുഴുവിനെ കളക്ട് ചെയ്യാവുന്നുള്ളൊരു സംവിധാനം വെച്ചിട്ടാ ചെയ്തത്. പക്ഷെ റെഡി ആവുന്നില്ല. അവിടെ പുഴു വരുന്നില്ല. അതിന് ഇതിന്റെ അകത്തുള്ളൊരു പാത്തി പോലൊരു സെറ്റപ്പ് ഉണ്ടല്ലോ ഈ പുഴു ഇങ്ങനെ ഇഴഞ്ഞ് കയറാൻ വേണ്ടി. അത് ചെയ്തിട്ടില്ല. അങ്ങനെ ഒരു സംഭവം ഉണ്ട്. എന്താ അറിയാവോ? ദാണ്ട് ഇവിടുന്നേ താഴോട്ടൊരു പൈപ്പ് ഇങ്ങനെ പാത്തി പോലെ വെച്ച് കൊടുക്കണം. അപ്പം നമ്മുടെ ഈ പൈപ്പ് ഇങ്ങനെ കണ്ടിച്ച് വെച്ച് കൊടുത്താൽ മതി. അപ്പൊ അതിൽ കൂടെ ഇഴഞ്ഞ് ആ ഹോളിലോട്ട് വന്ന് അവിടെ വന്ന് കളക്ട് ആവും. നമ്മുടെ ഇതിന്റെ അപ്പൊ ഈച്ച വന്ന് ഇവിടെ വന്ന് മുട്ടയിടും അല്ലേ? ഇതിന് സ്മെല്ലോ കാര്യം എന്തെങ്കിലും ഉണ്ട് ഈ വെള്ളത്തിന്? ഈ വെള്ളത്തിന് നല്ല സ്മെല്ലാ. പക്ഷെ അത് നേർപ്പിച്ച് നല്ല വളമാക്കി എടുക്കും. പക്ഷെ എനിക്ക് അങ്ങനെ വലിയ കുഴപ്പം ഫീൽ ചെയ്യുന്നില്ല കേട്ടോ. സ്മെല്ല് വരും. അതല്ലെന്നേ. പക്ഷെ ഇവിടെ ഇതിന്റെ അകത്തിൽ ഇടുന്നത് വെജിറ്റബിൾ വേസ്റ്റ് മാത്രമേ ഉള്ളൂ. ഇതിങ്ങനെ വെള്ളം മാറ്റിയില്ലെങ്കിൽ സ്മെല്ല് കൂടും. ഓക്കെ. അപ്പം ഇതിന്റെ അകത്തിൽ ഈച്ച വന്ന് മുട്ട ഇടുന്ന ഇവിടെ അല്ലേ? ഇത്രയും സ്പേസ് മതി. ഓക്കെ. ആ പുഴുക്കളെ ഒന്ന് കാണിച്ചേ. ഇതന്നേരം അത്യാവശ്യം നല്ല രീതിയിൽ ഇതിന് കറുത്ത നിറത്തിൽ കാണുന്നതാണ് BSF ലാർവകൾ. അകത്തിൽ വിഷയമൊന്നുമില്ല. കണ്ടോ? അതിന്റെ അകത്തിൽ ലാർവന് കാണും. പക്ഷെ ഇത് എത്ര ദിവസം കൊണ്ടെല്ലാം ഇതായി കിട്ടും? 3 ദിവസം. അപ്പം ഇവിടെ ഇങ്ങനെ ഈ പുഴുക്കള് മുട്ടയിട്ട് സെറ്റ് ആവാൻ വേണ്ടിയാ ഈ ചുവന്ന നിറത്തി വെച്ചേക്കുന്നത്. അപ്പൊ ഈച്ച വന്ന് അതിന്റെ അകത്തല്ല മുട്ടയിടുന്നത്. അത് വിരിഞ്ഞകത്തോട്ട് വീഴും. ചെയ്തിട്ടൊരു 10 ദിവസം ആയിട്ടുള്ളൂ. ഞാനൊന്ന് പക്ഷെ 10 ദിവസം കൊണ്ട് ഇത്രയും വലിയ പുഴുക്കളായി കേട്ടോ. ഒരു പരീക്ഷണാടിസ്ഥാനത്തിൽ ഇത് കണ്ടോ? ഒരു കറുത്ത പുഴു കൊണ്ട് പോകുന്നത് കണ്ടോ?
BSF ലാറോ പോകുന്നുണ്ട്. ഇത്രയും ദിവസം കൊണ്ട് ഇത്രയും വലിയ പുഴുകൾ. അപ്പം ഈ കാണുന്ന ബ്ലാക്ക് പുഴുവൊക്കെ ഇപ്പൊ ഫീഡിയറായിട്ടുണ്ട്. അപ്പം എന്താണ്ട് ഇവിടെ എത്രയും പെട്ടെന്ന് മറ്റേ പാത്തി വെക്കണം, എന്നാലേ അവർക്ക് അങ്ങോട്ട് കയറാൻ പറ്റത്തുള്ളൂ. എത്ര രൂപ ചെയ്യാനായിട്ട്? ഇത് എനിക്ക് 1800 രൂപയായി മൊത്തം ചെയ്തു തന്നു. 1800. എന്നാലും കുഴപ്പമില്ല, നമുക്ക് ഇത് ഫുഡ് അത്ര എടുക്കാമല്ലോ. മീനും ഇതല്ല നമ്മുടെ ഈ മീൻ വേസ്റ്റും ഇറച്ചി വേസ്റ്റും എല്ലാം എടുത്തിട്ട് കൊടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പം നമുക്ക് ബാക്കി കാര്യങ്ങൾ കാണാം. ഓക്കെ, ഇതാണ് ഹാർംഫുൾ ആയിട്ടുള്ളൊരു ജീവിയല്ല, ഒരു ബുദ്ധിമുട്ടും ഇല്ല. ഇതാണ് മനുവിന്റെ അരോണ സെറ്റപ്പ് അല്ലേ? ഓ, ഇപ്പൊ എടുത്ത BSF ലാറോ എടുത്ത് ഇതിനിട്ട് കൊടുത്തോ? കഴിക്കുന്നുണ്ടോ നോക്കാമല്ലോ. മനു ഇപ്പൊ ഇതാണോ ഫീഡ് ചെയ്യുന്നത്? കൊത്ത് കുഞ്ഞാ. ഇതിപ്പോ ഏകദേശം എത്ര, ഒരു അരയടി പൊക്കോ, അല്ല അരയടി നീളം ഉണ്ടല്ലേ ഇത്? ഓക്കെ, ആൽബിനോ ടൈപ്പ്. ഓ, അപ്പം ഇതെന്തായാലും ഡ്രൈ ആയി പോയാലും കുഴപ്പമില്ല. വിശപ്പില്ല. ഓക്കെ ഓക്കെ ഓക്കെ. ഒന്ന് കൊത്തിയിട്ടൊക്കെ ഒരു മൂടില്ല ആശാന്. തട്ടിയും മുട്ടിയും നോക്കിയിട്ടങ്ങ് പോവാ. ഇതിപ്പോ എത്ര അടി നീളമുള്ള ടാങ്ക് ചെയ്തു ഇത്? ഈ ടൈപ്പ് ടാങ്കിന്റെ ഒരു പേരുണ്ടല്ലോ, എന്തോ ഇത് പറയുന്നത്? എന്താ പറയുന്നത്? കൺസീൽഡ് ടാങ്ക്. ഓക്കെ 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 ഓക്കെ. നല്ല രസമുണ്ടേ. മണിത്താറാന മുട്ട വെച്ചിട്ടുണ്ട്. ഇതാണ് മനുവിന്റെ ഇൻക്യുബേറ്റർ സെറ്റപ്പ്. അല്ല മനു, അന്നേരം ഈ മണിത്താറാന്റെ മുട്ട ഇത് ഫസ്റ്റ് ഡേ തൊട്ടേ അങ്ങ് വെച്ചോ, അതോ മണിത്താറാവിന് വെച്ചിട്ടാണോ? ലൈറ്റ് ഓഫ് ചെയ്ത് നോക്കാം. ഉണ്ട്. ഇതിപ്പോ 26-ാം തീയതി വെച്ച മുട്ട. ഇതില്ല, ഇതിൻ്റെ അത് റിസൾട്ട് ഇല്ല. ഈ മുട്ടയ്ക്ക് അത് ഇത് പോയ മുട്ടയാണ്. ഇച്ചിലൂടെ നമുക്ക് വെട്ടം ഡാർക്കിൽ നമുക്ക് നോക്കണം. ഇച്ചിരി ഡാർക്കിൽ നോക്കിയാലേ കറക്റ്റ് അറിയത്തുള്ളൂ. ഇതിപ്പോ 26-ാം തീയതി വെച്ച മുട്ടയാണ്. ഏകദേശം വളർച്ച ഇതിന്റെ റിസൾട്ട് ഉണ്ട്. ഇപ്പം തരുന്ന കുഞ്ഞുങ്ങളില്ലേ, ഇത് പോയ മുട്ട, അവരുടെ മുട്ട. ഇത് റിസൾട്ട് ഉണ്ട്, ഏകദേശം ഉണ്ട്. പക്ഷേ നോക്കാം, ഇച്ചിരൂടെ ഡാർക്ക്. ഇപ്പം ഇത്രയും വെട്ടം ഉള്ളതുകൊണ്ട് ഏകദേശം ഉണ്ടെന്ന് തോന്നുന്നു. നോക്കാം നമുക്ക്. 26-ാം തീയതി വെച്ചതാണ്. ഇതാണ് മനുവിൻ്റെ ഇൻക്യുബേറ്റർ തെർമോക്കോൾ വെച്ച്. അപ്പോൾ നമ്മുടെ മനുവിൻ്റെ ഫാമിൻ്റെ വിശേഷങ്ങൾ ഈ വീഡിയോ കൊണ്ട് തീരുന്നില്ല. ഇനിയും വിശേഷങ്ങൾ ബാക്കി കാണാനുണ്ട്. ബാക്കി നമുക്ക് പാർട്ട് 2-ൽ കാണാം. അപ്പോൾ നമ്മുടെ കുമ്പഴ ഫാംസിൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമ്മുടെ യൂട്യൂബ് ചാനലിലാണ് വീഡിയോ കാണുന്നതെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ ഫേസ്ബുക്കിലാണെന്നുണ്ടെങ്കിൽ നമ്മുടെ അക്കൗണ്ട് ഒന്ന് ഫോളോ ചെയ്യുക. അപ്പോൾ മിട്ടുവിനോടും മോട്ടുവിനോടും ഒപ്പം മനുവിൻ്റെയും കൂടെ ശ്രീകണ്ഠൻ സൈനിങ് ഓഫ്. മിട്ടു മോട്ടു ഒരു ചാറ്റ വന്നേ, കടിക്കാടാ പോടാ.